how much is enough? അതാണ് എല്ലാവരുടെയും ഒരു question. Please remember, don't run to the answer. Organic chemistry. Organic chemistry is made super easy. Hello, welcome to my channel. It's been a long ഞാൻ വീഡിയോ ഇട്ടിട്ട് സോറി. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, അല്ലാണ്ടൊക്കെ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത്, എന്റെ റിസൾട്ട് എന്തായെന്നൊക്കെ കുറെ പേര് എന്നോട് ചോദിച്ചു. അപ്പം താങ്ക് യു ഫോർ ദാറ്റ് ഇങ്ങനെ അന്വേഷിക്കുന്നതില്. അപ്പം ഇന്നത്തെ വീഡിയോ, ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് സെൽഫ് സ്റ്റഡീനെ പറ്റിയാണ്. എല്ലാവർക്കും ഉള്ള ഭയങ്കര ഒരു കൺസേൺ ആൻഡ് ഡൗട്ട് ആണ് സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം കോച്ചിങ്ങിന് പോയിട്ട് വന്ന ക്ലാസ് ഒക്കെ കണ്ടു, എല്ലാം മനസ്സിലായി. ഇനി നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചുമ്മാ ടെക്സ്റ്റ് തുറന്നിരുന്നാൽ പോരല്ലോ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഹൗ മച്ച് ഇസ് ഇനഫ്, അതാണ് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഇസ് ഇനഫ്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, എത്ര വട്ടം NCERT വായിക്കണം, എത്ര ബുക്സ് റെഫർ ചെയ്യണം, എത്ര എക്സാംസ് എഴുതണം, എത്ര മണിക്കൂർ പഠിക്കണം, ഇങ്ങനെ ഹൗ മച്ച് ആ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ഹൗ മച്ച് ഇസ് ഇനഫ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ സെൽഫ് സ്റ്റഡി ടൈം യൂട്ടിലൈസ് ചെയ്തതെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞായിരുന്നു, റിസൾട്ട് വരുമ്പോൾ എന്നോട് എല്ലാവരും എക്സ്പെക്ടഡ് സ്കോർ ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അത് റിവീൽ ചെയ്യാണ്. അപ്പം എന്റെ മാർക്സ് എന്ന് പറയുന്നത് 549 ആണ്, ആൻഡ് മൈ റാങ്ക് ഇസ് നിയർലി 12,000. അപ്പം അതാണ് എന്റെ റിസൾട്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല റാങ്ക് ആണ് കിട്ടിയത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 25,000 വരണം എന്നായിരുന്നു, പക്ഷെ ലക്ലി 12,000 ഒക്കെ കിട്ടി. അപ്പൊ ഞാൻ ആദ്യമേ ഓൾ ഇന്ത്യ സീറ്റ് ആയിരുന്നു നോക്കുന്നത്, പക്ഷെ നൗ ഐ എം എക്സ്പെക്ടിങ് എ സീറ്റ് ഇൻ കേരള. അപ്പം അതൊക്കെയാണ് എന്റെ റിസൾട്ട് അപ്ഡേറ്റ്സ് ഒക്കെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ ഈ ക്ലാസ് കഴിഞ്ഞുള്ള നമ്മൾക്ക് കിട്ടുന്ന സെൽഫ് സ്റ്റഡി ടൈം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെന്നാണ് ഞാൻ ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ റിയലി ഹെൽപ്പ് യു. കാരണം എല്ലാവർക്കും ഉള്ള ഡൗട്ട് നമ്മൾ ആ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ്. അപ്പൊ അതിലൊരു ക്ലാരിറ്റി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു നല്ല ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ബേസിക്കലി ഞാൻ എങ്ങനെയാണ് എന്റെ സമയം യൂട്ടിലൈസ് ചെയ്തെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഞാൻ ഈ വർഷം ചെയ്ത കാര്യങ്ങളാണ്. ഇറ്റ് റിയലി ഹെൽപ് മീ. എന്റെ മാർക്സിലാണെങ്കിലും പ്രിപ്പറേഷനിലാണെങ്കിലും എന്നെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമുക്ക് ഈ സെൽഫ് സ്റ്റഡിക്കൊക്കെ കൂടുതൽ സമയം കിട്ടുന്നത്, എനിക്ക് പേഴ്സണലി കിട്ടിയത് അവസാനത്തെ സമയത്താണ്. മിക്കവർക്കും അങ്ങനെയായിരിക്കും. കാരണം നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയി, ലാസ്റ്റ് മന്ത്സിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ സെൽഫ് സ്റ്റഡിക്ക് സമയം കിട്ടുന്നത്. ആ സമയം സെൽഫ് സ്റ്റഡി മാത്രമേ കാണത്തുള്ളൂ, ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ എക്സാംസ് ഉള്ളൂ. പക്ഷെ അതിന് മുന്നുള്ള സമയങ്ങളാണെങ്കിലും നമ്മൾ ക്ലാസ് കണ്ട് നമുക്ക് പഠിക്കാനുള്ള ടൈം കണ്ടെത്തണം. ഇനി ഈതർ വേ, നമ്മളിപ്പോ ക്ലാസ് നടക്കുന്ന സമയത്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞുള്ള സമയത്താണെങ്കിലും സെൽഫ് സ്റ്റഡി ഞാൻ ബേസിക്കലി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ആ ടൈമിൽ കൂടുതലും യൂസ് ചെയ്തിരുന്ന ആപ്പാണ് മെമ്മോനി. ഇപ്പം എന്നെ മുന്നേ തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിന് മുന്നേ മെമ്മോനിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു ലാസ്റ്റ് ലാപ്പ് കൂടുതലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ ആപ്പിനെ തന്നെയാണ്, മെമ്മോനിറ്റ്. അപ്പം ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റും ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ള ഒരു സബ്ജക്ട് വൈസ് സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് ബയോളജിയാണ്. ബയോളജിയും ഇനോർഗാനിക് കെമിസ്ട്രിയും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതിയായിരിക്കും. രണ്ടും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഓൺലി റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ ചില പോയിന്റ്സ് മിസ് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് ബയോളജിയിൽ. ഇപ്പൊ ഫിസിക്സിലൊക്കെ നമ്മൾ ഒരിക്കലും ഒരു ഫോർമുല മിസ് ചെയ്തു പോകത്തില്ല, നമ്മൾ മറന്നു പോകും, പക്ഷെ ഒരിക്കലും അത് നോട്ട് ചെയ്യാണ്ട് പോകത്തില്ല. പക്ഷെ ബയോളജിയിലൊക്കെ ചില പോയിന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ മിസ് ചെയ്തു പോകാൻ, അത് ഡയറക്ട്ലി എക്സാമിന് വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു റിസ്ക് ഫാക്ടർ ഉള്ള സബ്ജക്റ്റ് ആണ് ബയോളജി ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി ഓൾസോ. അപ്പം ഈ സബ്ജക്റ്റുകളിൽ ഞാൻ എടുത്ത സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ NCERT ക്വസ്റ്റ്യൻസ്. അത് നിങ്ങളും ചിലപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ഒരു ടോപ്പിക്ക് വായിക്കുന്നു, ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ പറ്റുന്ന എവറി പോസിബിൾ ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് തീർക്കുക. അത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ബയോളജി ടെക്സ്റ്റ് വായിക്കുന്നു, ഒരു ടോപ്പിക്ക് വായിക്കുന്നു, ഒരു ചാപ്റ്ററിലെ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അടുത്ത ടോപ്പിക്ക് വായിക്കുന്നു, ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇപ്പം മെമ്മോനീറ്റിൽ ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ടോപ്പിക്കിലേക്ക്. അപ്പം
നമ്മൾ വായിക്കുമ്പോൾ വിട്ടുപോയ ഒരു ലൈൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാത്ത ഒരു ലൈൻ ആണെങ്കിലോ അതിൽ നിന്ന് അവരൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓക്കെ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, നമുക്ക് അത് വിട്ട് കളയാനൊക്കത്തില്ല എന്ന് മനസ്സിലാവും. പിന്നെ നമ്മളത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും ആ ഒരു സാധനം നമ്മൾ മനസ്സിൽ കിടക്കും, ഓക്കെ ഇത് മുന്നേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്, ദിസ് ഇസ് ഇമ്പോർട്ടന്റ് എന്നൊരു സാധനം. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, എസ്പെഷ്യലി ബയോളജി ഓർഗാനിക് കെമിസ്ട്രി തന്നെ. നമുക്ക് ചിലത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല ഇത് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്നൊന്നും മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മെട്രിക്സ് മാച്ചിങ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈസി മീഡിയം ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു കാറ്റഗറി തിരിച്ചുള്ളത്. ഈ ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. നമ്മുടെ NEET 2025 വന്ന പോലെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൾട്ടി ലെയേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഈ നീറ്റിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയപ്പോഴത്തേക്കും എനിക്ക് അത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഇനി അടുത്ത യൂസ്ഫുൾ തിങ് പറയാനാണെങ്കിൽ PYQ മാർക്ട് NCERT ആണ്. ഇപ്പൊ നമ്മൾ NCERT വായിക്കാൻ എടുക്കുന്നതിന് മുന്നേ PYQ മാർക്ട് NCERTയുടെ ഒരു സോഫ്റ്റ് കോപ്പി ഉണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ അത് വായിക്കണ്ട, ആക്ച്വലി നമ്മളിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ തന്നെ സാധാ പേജസിൽ ഇതിന് മുന്നേ വന്നിട്ട് PYQ ആയിട്ട് വന്നിട്ടുള്ള ലൈൻസ് ഒക്കെ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ചില ഏരിയയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ചില ഏരിയയിൽ നിന്ന് അധികം വരാത്തത് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് ആ ഹോട്ട് സ്പോട്ടുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നതിന് മുന്നേ അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന ഒരു ഐഡിയ വരുത്തുക, ദെൻ ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബയോളജി അത്രയും മതി. വീണ്ടും വീണ്ടും ഒരു 20-25 വട്ടമൊക്കെ NCERT വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സോസ്റ്റിംഗ്. ആദ്യമേ വായിക്കുമ്പോഴത്തേക്കും ഇൻഡെപ്ത് ആയിട്ട് വായിക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ സ്കൂൾ ബോർഡ് എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പഠിച്ചത് ഇതാണ് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുക ഫസ്റ്റ് ടൈം. അതിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടമൊക്കെ NCERT ജസ്റ്റ് വായിക്കുക. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ റിവൈസ് ചെയ്യാൻ നോക്കും. എപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. അപ്പം ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബയോളജി. ഇനി അടുത്ത സബ്ജക്ട് പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഈസ് മെയ്ഡ് സൂപ്പർ ഈസി. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ നെയിംഡ് റിയാക്ഷൻസും വെച്ചൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി കൺവീനിയന്റ്. അതായത് ഇപ്പം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇല്ലാത്ത ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ഇല്ല. ഹാലോ ആൽക്കെയിൻസ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അമീൻസ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ ചാപ്റ്ററിലും ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണെങ്കിലും എല്ലാത്തിന്റെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സാധനം കണ്ടാൽ തന്നെ നമുക്ക് ബാക്കി എന്തിലൊക്കെ കണക്ട് ചെയ്യാമെന്ന് മനസ്സിലാകും ആ ഒരു മൈൻഡ് മാപ്പ് വെച്ച് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററിൽ അങ്ങനെയായിരുന്നല്ലോ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊരു കൺഫ്യൂഷൻ വരത്തില്ല. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആ ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് പല പല ട്രീ പോലെ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാധനം കൊണ്ട് ഇത്രയും പ്രിപ്പറേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ലാണ്ട് ഡീറ്റെയിൽഡ് നോട്ട്സും ഉണ്ട്. ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ മൈൻഡ് മാപ്പിനെ തന്നെയാണ്. ഇറ്റ്സ് വെരി കളർഫുൾ ആയതുകൊണ്ട് മാത്രമല്ല ഭയങ്കര കൺവീനിയന്റ് ആണ്. അതായത് ഒരു സാധനം നമുക്ക് ഒരു പിക്ചർ മെമ്മറി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ, അതെനിക്ക് അവിടുന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജക്ട് ഫിസിക്സ് ഇമ്പോർട്ടന്റ് സബ്ജക്ട് ആണോ എന്ന് വെച്ചാൽ ഞാൻ പറയും ബയോളജി തന്നെയാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ മോസ്റ്റ് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ഫിസിക്സ് ആണ്. അപ്പം ഫിസിക്സിൽ എന്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ചാല് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അറിയാത്തവർക്കായിരിക്കും അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ഈവൻ എനിക്ക് ഒരു പാറ്റേൺ കിട്ടാൻ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അതുവരെ എനിക്കും ഫിസിക്സ് പേടിയായിരുന്നു. ഇപ്പൊ എക്സാമിനൊക്കെ ബയോളജി എഴുതി കഴിഞ്ഞ് കെമിസ്ട്രി എഴുതി ഫിസിക്സിലേക്ക് എത്തുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഒരു ചാപ്റ്റർ എങ്കിലും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നോക്കുക. അപ്പം യു വിൽ ഫൈൻഡ് ദ ഡിഫറൻസ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇപ്പൊ ക്ലാസ് ഒക്കെ കണ്ട് ലെക്ചർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ഉണ്ടാക്കുമല്ലോ, അത് കഴിഞ്ഞ് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. ഇപ്പൊ ഞാനിത് റിവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നോട്ട് റിവൈസ് ചെയ്യും, എന്റെ ഷോർട്ട് നോട്ട് പ്ലസ് നമ്മുടെ മെമ്മോ നീറ്റില് മൈൻഡ് മാപ്പും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ റിവൈസ് ചെയ്യും. ഇൻ കേസ് ഏതെങ്കിലും ഫോർമുലയൊക്കെ ഏതെങ്കിലും ഇക്വേഷനൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെ അറിയാൻ വേണ്ടി അത് റിവൈസ് ചെയ്യും. ഫസ്റ്റ് ഇത് രണ്ട് റിവൈസ് ചെയ്യലാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ ആദ്യം ചെയ്യുന്നത് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഈ പഠിച്ച സാധനങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണമല്ലോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഇക്വേഷൻ ആണ് ഇവിടെ ഇടേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ
ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഞാൻ NCERT ക്വസ്റ്റ്യൻസിലേക്ക് ചെയ്യുന്നത്. NCERT സോൾവ്ഡ് എക്സാമ്പിൾസ് ആണെങ്കിലും ബാക്ക് എക്സസൈസ് ഒക്കെ ആണെങ്കിലും ഇച്ചിരി കുറച്ച് ലെങ്തി ആണല്ലോ. അതൊക്കെ MCQ ടൈപ്പിലാണ് നമ്മുടെ മെമോ നീറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കൺവീനിയന്റ് ആണ്. നമുക്ക് MCQ ചെയ്യുന്ന പോലെ നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻ പോലെ അങ്ങ് ചെയ്തു പോകാവുന്നതാണ്. NCERT എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടാൽ നമ്മൾക്ക് അത്ര പേടിയൊന്നും തോന്നത്തില്ല. പക്ഷെ ഇറ്റ് ടേക്ക് ടൈം. കുറച്ച് ടൈം എടുക്കും ആ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഒന്ന് ഇരുന്ന് നമ്മളൊരു പേഷ്യൻസോടുകൂടി ചെയ്തെടുക്കാൻ. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ശരിക്കും ബൂസ്റ്റ് ആവും. അതിനുശേഷമാണ് ഞാൻ ഹാർഡ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നത്. അതായത് ഫിസിക്സ് ആണെങ്കിലും ഈസി, മീഡിയം, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സ് നീറ്റ് പാറ്റേൺ വെച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ ഈ വട്ടം മാറി കിട്ടി. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കരുത്. അതും കൂടി ചെയ്യുക. ഓരോ ചാപ്റ്ററിലും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. ആദ്യമേ നിങ്ങൾ ആ മൈൻഡ് മാപ്പ് നോക്കുക, പിന്നെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പിന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ്. ഈ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെമ്മോനീറ്റിലുണ്ട്. ഇപ്പൊ നമ്മളൊരു റീസെന്റ് 10 ഇയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുവാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ നമുക്ക് 10 അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം കിട്ടത്തുള്ളൂ. അത് വെച്ച് നമുക്ക് ഒരിക്കലും ഒരു ചാപ്റ്റർ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അവിടെയാണ് ഈ പ്രീവിയസ് ഇയർ സിമിലർ ക്വസ്റ്റ്യൻസ്. ചിലപ്പം ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന അതേ കൺസെപ്റ്റിൽ നിന്ന് ഇവർ ഫ്രെയിം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ അതേ പാറ്റേണിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. എനിക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നിയ കാര്യമാണ്. കാരണം നോട്ട് ജസ്റ്റ് ഇതിന് മുന്നേ വന്ന കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിടുന്നതിന് പകരം അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ഒരു പേഴ്സണലൈസ്ഡ് ടിപ്പ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്ന ആളാണെങ്കിലോ അതല്ല കുറെ ക്വസ്റ്റ്യൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, ഇനി ഈസിയോ മീഡിയം ഹാർഡ് ക്വസ്റ്റ്യൻസോ NCERT ക്വസ്റ്റ്യൻസോ JEE അഡ്വാൻസ് ക്വസ്റ്റ്യനോ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളാണെങ്കിലും ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് റൺ ടു ദി ആൻസർ. ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു തിരക്കിൽ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചെയ്യരുത്. അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്, അൾട്ടിമേറ്റ്ലി ആ ക്വസ്റ്റ്യന്റെ പുറകിലുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക. കാരണം ഈ നീറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഈസ് ഓൾ അബൌട്ട് ഫെമിലിയാരിറ്റി. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടതോ ചെയ്തതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നീറ്റിന് വരണം. ആ ഒരു ഫെമിലിയാരിറ്റി ആണ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ഒരിക്കലും ഓർത്തിരിക്കാൻ പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി അവസാനം കിട്ടുന്ന ആ ഡിജിറ്റ് നമ്മൾ ഒരിക്കലും ഓർത്തിരിക്കാൻ പോകുന്നില്ല. ആ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്ന ടോപ്പിക്കോ ആ ക്വസ്റ്റ്യൻ വന്ന രീതിയോ അത് ചെയ്യുന്ന രീതിയോ അതൊക്കെ വേണം നമ്മൾ ഓർത്തിരിക്കാൻ. അതിലാണ് നമ്മളൊരു ഫെമിലിയാരിറ്റി വരുത്തേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ആ ക്വസ്റ്റ്യന് പുറകിലുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ആൻസറിന് പുറകെ പോകാതിരിക്കുക. ഇപ്പം നമുക്ക് ഏകദേശം കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി, അവസാനത്തെ ആൻസർ നമുക്ക് മേ ബി നല്ല മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഉള്ളെങ്കിൽ എപ്പോഴും നിങ്ങൾ അവസാനത്തെ ആൻസർ വരെ കണ്ടുപിടിക്കുക, അല്ലാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. പക്ഷെ സ്റ്റിൽ ദെർ ആർ സം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നത്. അപ്പോഴും നമ്മൾ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിരിക്കുക. അൾട്ടിമേറ്റ്ലി അതിലാണ് കാര്യം, ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. കാരണം ഇത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ സെയിം പാറ്റേണിൽ തന്നെ വരണമെന്നില്ല, പക്ഷെ ആ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ഒരേ കൺസെപ്റ്റിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാമല്ലോ. അങ്ങനെ കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യും. ഇപ്പം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച സബ്ജക്ട് വൈസ് സ്ട്രാറ്റജീസ്. ഇനി വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണ് എത്ര മണിക്കൂർ പഠിക്കണം. അതൊക്കെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, എത്ര മണിക്കൂർ പഠിക്കണം എന്ന്. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ 10 to 12 hours പഠിച്ചേ പറ്റൂ. അത്രയും മണിക്കൂർ പഠിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മളിപ്പം ഒരു വീക്ക്ലി ടാർഗറ്റ് വെക്കും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാമല്ലോ. നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റഡീസും ലൈഫും കൂടി ബാലൻസ് ചെയ്യാനായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹോബീസ് അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിരിക്കും. നടക്കത്തേ ഇല്ല. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും, അതിന്റെ കൂടെ പഠിത്തം, അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല. നമ്മൾ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക. 10 to 12 hours ഒക്കെ പഠിക്കുക തന്നെ വേണം. അത്രയും പഠിക്കാനും ഉണ്ട്, കാരണം നമുക്ക് അത്രയും റിസോഴ്സസ് ഉണ്ട്. നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു വട്ടം NCERT വായിക്കാനും ഒരു 19 ക്വസ്റ്റ്യൻ ചെയ്യാനും കുറച്ച് സമയം മതി. പക്ഷെ അതല്ല, നമ്മുടെ ഒപ്പോണൻസ് അതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് പിടിച്ചു നിൽക്കാൻ നമ്മൾ ഇത്രയെങ്കിലും ഒക്കെ ചെയ്തിരിക്കണം.
അപ്പോ ഇനീഷ്യലി ഇതൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന് 10-12 മണിക്കൂർ പഠിക്കുക എന്നുള്ളത്. മേ ബി നമുക്ക് ഒരു ദിവസമൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ എവ്രിബഡി ഫൈൻഡ് ഇറ്റ് ഹാർഡ്. ഇപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 6 hours, ഒരു 8 hours ഒക്കെ ആക്കി അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പഠിക്കുക. അപ്പൊ ഒരു ദിവസം 6 മണിക്കൂർ, അടുത്ത ദിവസം 8 മണിക്കൂർ, അങ്ങനെയല്ല. കുറച്ച് നാൾ 6 hours, പിന്നെ 8 hours ആക്കുക, പിന്നെ 10 hours ആക്കുക. അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. വൺ ഡേ യു വിൽ ഗെറ്റ് ദി ക്യാച്ച്. നിങ്ങൾക്ക് ആ ഒരു റിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടി കാണിക്കരുത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നമുക്ക് ആ ഒരു റിതം കിട്ടിയാൽ നമുക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നത്തില്ല. ഡെഫിനറ്റ്ലി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഒരു ദിവസം സമയം കിട്ടത്തില്ല. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, പഠിക്കുക, ആ ഒരു കാര്യം ഒക്കെ തന്നെ നടക്കത്തുള്ളൂ. പിന്നെ ഇനിയിപ്പം ഈ 12 hours ഒക്കെ പഠിക്കണം, പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടിയൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും ഒരിക്കലും സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തിരിക്കുക. ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഒരിക്കലും 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 ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്ത് അത്രയും സമയം കൂടി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ഒരിക്കലും നമുക്ക് ഈൽഡ് തരുന്ന ഒരു പഠിത്തമൊന്നും ആയിരിക്കത്തില്ല. അത് നമ്മൾ ചുമ്മാ മെക്കാനിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും എന്താ പറയാ, നമുക്കൊരു ബലം ഉണ്ടാവത്തില്ല. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ഇസ് എക്സാം. എക്സാമിനെ പറ്റി പറയുമ്പോൾ എത്രത്തോളം എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്ര എഴുതുക. അതിനൊരിക്കലും ഒരു കണക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തുടക്കത്തിലൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ആഴ്ചയിൽ ഒരു വീക്കിലി എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രിപ്പറേഷൻ നമ്മൾ മോഡൽ എക്സാം ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇത്ര എക്സാംസ് ആണ് എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ കോച്ചിങ് സെന്ററിൽ ഇത്രേ ഉള്ളൂ, അപ്പൊ അത് ഞാൻ അത്ര എഴുതുള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എക്സാംസ് എഴുതുക. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു 3 വർഷം കൊണ്ട് ഞാൻ എത്ര എക്സാംസ് എഴുതിയിട്ടുണ്ടെന്ന് ശരിക്കും എനിക്കറിയത്തില്ല. ഈ ലാസ്റ്റ് 2 ഇയർ കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്ന എക്സാംസിനേക്കാളും കൂടുതൽ ഞാൻ മേ ബി ഈ ഒരു ലാസ്റ്റ് 3 months എഴുതിയിട്ടുണ്ടാവും. എന്നാലും ഓരോ എക്സാംസിലും നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ മിസ്റ്റേക്സ് ഒക്കെ പുതിയത് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്ത് നമ്മുടെ ഒരു ഏറ്റവും പോളിഷ്ഡ് വേർഷൻ ആയിരിക്കണം നീറ്റ് എക്സാമിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ ഒരു ഹ്യൂമൻ ചൈൽഡിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും നമ്മൾ എക്സാം എഴുതി തീർക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതെല്ലാം പോളിഷ് ചെയ്ത് എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ നീറ്റ് എക്സാമിലേക്ക് കിടക്കാൻ. അത് തന്നെയാണ് എക്സാമിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഒക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ മെമോ നീറ്റിന്റെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് പാർട്ട് വൈസ് ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം അതും ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ദീസ് എക്സാംസ് അതും കൂടി ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ലിങ്കും എന്റെ കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടി നോക്കുക. യു വിൽ ഗെറ്റ് വെരി എക്സൈറ്റിംഗ് ഓഫേഴ്സ്. കാരണം ഇറ്റ് വുഡ് ബി മോർ അഫോർഡബിൾ. ആ ഒരു ഓഫറും കൂടി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് വുഡ് ബി മോർ അഫോർഡബിൾ. അപ്പം അതും കൂടി നോക്കുക. എക്സാംസ് കുറച്ചധികം സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോ എന്റെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും എന്റെ ഈ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓവർ ഇന്റൻസിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം 12 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ 2-3 ദിവസം പഠിക്കാണ്ടിരിക്കുന്നതിൽ നല്ലത് തുടക്കത്തിൽ ഒരു 5-6 മണിക്കൂറിൽ നിന്നൊക്കെ തുടങ്ങി പതിയെ അത് കൂട്ടി കൊണ്ടുവരിക. എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതിൽ വേണം നമ്മളൊരു ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പെന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ, ലൈഫ് അഡ്വൈസ് എന്നോ എന്താന്ന് വെച്ചാൽ എടുത്തോ. ഈ ഒരു വർഷം എല്ലാത്തിൽ നിന്നും ഡിസപ്പിയർ ആകുക. എവ്രി ഡ്രാമ ടേക്കിംഗ് പ്ലേസ് അറൌണ്ട് യു, എല്ലാത്തിൽ നിന്നും ഡിസപ്പിയർ ആകുക. നമ്മുടെ ബുക്സ്, നമ്മുടെ ഒരു ഗോൾ, അതിലേക്ക് മാത്രം നിൽക്കുക. കാരണം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയി പോയാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകും. അതുപോലെ നമുക്കതൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പം എപ്പോഴും ഈ ഒരു കാര്യം തന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. എനിക്ക് ഇനി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, ഞാൻ അത് പഠിച്ചു തീർന്നില്ലല്ലോ, അത് പെട്ടെന്ന് തീർക്കണം, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ബുക്ക് എടുക്കാൻ, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അങ്ങനെ ഒരു മെന്റാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുക. വേറെ ആൾക്കാരുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഡ്രാമയിലും ചെന്ന് പെടാണ്ടിരിക്കുക. അതൊന്നും ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി തരുന്ന ഒരു ടിപ്പായിട്ട് വേണമെങ്കിൽ വെച്ചോ. എപ്പോഴും അങ്ങനെ വിചാരിക്കാവുള്ളൂ. നമ്മുടെ ബുക്ക്, നമ്മുടെ നീറ്റ്, നമ്മുടെ ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞു, അടുത്തതിന് മേടിക്കണം, എനിക്ക് ഈ എക്സാമിന് ഇത്ര കിട്ടി, എനിക്ക് ഇനി അടുത്തതിൽ ഇതിലും കൂടുതൽ മേടിക്കണം. ആ ഒരു മെന്റാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുക. ആ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് വരുന്ന സമയം തൊട്ടാണ് നിങ്ങളുടെ ട്രൂ പ്രിപ്പറേഷൻ തുടങ്ങി എന്ന് പറയാനൊക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിൽ പഠിത്തം നടക്കത്തില്ല. അതിനു വേണ്ടി മാത്രം നിൽക്കുക. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അത്രയും ഓണസ്റ്റ് ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് ചെയ്ത വീഡിയോ ആണ്.
അപ്പം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുക. ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യണം, ഞാൻ എന്തെങ്കിലും പറ്റി സംസാരിക്കണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യുക. അപ്പോ മെമോനീറ്റ് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. യു വിൽ ഡെഫിനറ്റ്ലി നോട്ട് റിഗ്രറ്റ് ദാറ്റ്. ഓൾസോ നിങ്ങൾ ഡ്രോപ്പർ ആണെങ്കിൽ നിങ്ങളുടെ നീറ്റ് 2025 സ്കോർ വെച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്കോർ ഉള്ള ആളാണ്, എന്നിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. അപ്പം അത് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട.